ഞാൻ പീറ്റർ നീണ്ടൂർ. ഇതിനോടകം തന്നെ അമേരിക്കയിലെ ഭാഷാസ്നേഹികൾക്ക് എൻ്റെ കവിതകൾ ധാരാളമായി വായിക്കുവാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെയുള്ള എഴുത്തുകാരുടെ സംഘടനയായ ലിറ്റററി അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡൻ്റാണ്. ഞങ്ങളുടെ 7ാമത്തെ വാർഷികം ഈ മാസം 23, 24 തീയതികളിൽ ഹൂസ്റ്റണിൽ വെച്ച് നടത്തപ്പെടുകയാണ്. കൈരളിയുടെ ബഹുമാനപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയുവാനുള്ളത്, ഈ സമ്മേളനത്തിൽ ഹൃദയപൂർവ്വം പങ്കെടുത്ത് സമ്മേളനം വിജയിപ്പിക്കണമെന്നുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത്. ഇവിടെയുള്ള എഴുത്തുകാർക്ക് ആവശ്യമായ എല്ലാ പ്രോത്സാഹനവും അവരുടെ രചനകളും ഗ്രന്ഥങ്ങളും പ്രസിദ്ധീകരിക്കാനുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നതാണ് ലാനയുടെ ഒരു ലക്ഷ്യം. ഇതിനോടകം പലതും ലാനയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സന്തോഷകരമായ ഒരു വസ്തുതയാണ്. ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ വിശിഷ്ടാതിഥി ശ്രീ സക്കറിയയാണ്. അദ്ദേഹത്തെ ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കൈരളിയുടെ പ്രേക്ഷകർ അദ്ദേഹത്തെ കൂടുതലായി അടുത്തറിഞ്ഞിട്ടുള്ളവരാണ്. അദ്ദേഹം ഞങ്ങളെ ഇപ്രാവശ്യത്തെ സമ്മേളനത്തിൽ ഞങ്ങളെ നയിക്കുമെന്നുള്ള പ്രത്യാശയിൽ ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. 13 വർഷങ്ങൾക്ക് മുമ്പ് ഈ സംഘടന രൂപം കൊണ്ടത് അന്ന് ഇവിടെ ഉണ്ടായിരുന്ന മുഖ്യധാരാ സംഘടനകൾ ഇവിടെയുള്ള മലയാളി എഴുത്തുകാരോട് കാണിച്ച അവഗണനയിൽ പ്രതിഷേധിച്ചാണ്. അർഹിക്കുന്ന അംഗീകാരം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അത്തരത്തിൽ ഇവിടെയുള്ള എഴുത്തുകാരെ അംഗീകരിക്കപ്പെടാത്ത ഒരവസ്ഥ കണ്ടപ്പോൾ അവർ സ്വാഭാവികമായും ലാന എന്നൊരു സംഘടന അമേരിക്കയിലെ മൊത്തം എഴുത്തുകാരുടേതായി ഒരു നാഷണൽ സംഘടനയ്ക്ക് ഇവിടെ രൂപം കൊടുക്കുകയായിരുന്നു. ഇന്നത് വളർച്ചയുടെ പാതയിലാണ്. ലാനയുടെ 6ാമത് പ്രവർത്തക സമിതി എടുത്ത തീരുമാനം ലോകത്തെമ്പാടുമുള്ള ഭാഷാസ്നേഹികൾക്ക് ലാനയുമായി ബന്ധപ്പെടുന്നതിനും ലാനയുടെ കാര്യങ്ങൾ അറിയുന്നതിനുമായി ഒരു വേൾഡ് വൈഡ് വെബ്സൈറ്റ് ഉണ്ടാക്കുക എന്നതാണ്. അത് ഞങ്ങൾ നടപ്പിലാക്കി. www.lanainc.org അതാണ് ഞങ്ങളുടെ വെബ്സൈറ്റ്. ഞങ്ങളുടെ ഈ കാലഘട്ടത്തിൽ ഡോക്ടർ വി രാജകൃഷ്ണനെ ഇവിടെ കൊണ്ടുവരികയും ഒരു ഏകദിന സെമിനാർ നടത്തുകയും ചെയ്യുകയുണ്ടായി. അതിനുശേഷം കഴിഞ്ഞ ഡിസംബറിൽ ചിക്കാഗോയിൽ വെച്ച് 70ലധികം ഭാഷാസ്നേഹികൾ പങ്കെടുത്ത ഒരു കൺവെൻഷൻ നടത്തുകയുണ്ടായി. വലിയ വിജയമായിരുന്നു. കാരണം ചിക്കാഗോയിലുള്ള എഴുത്തുകാരും ലാനയുമായി സഹകരിക്കാതെ ഇത്രയും കാലം പോവുകയായിരുന്നു. അതിന് ഒരു മാറ്റം വരുത്തിക്കൊണ്ട് അവരുടെ പൂർണ്ണ സഹകരണത്തോടുകൂടി ലാനയ്ക്കൊരു കൺവെൻഷൻ നടത്താൻ കഴിഞ്ഞത് ഒരു വൻ വിജയം തന്നെയാണെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ലാനയുടെ 6ാമത് പ്രവർത്തക സമിതിയുടെ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും അതിൻ്റെ അന്തിമഘട്ടത്തിലെത്തുകയും ചെയ്യുന്ന ദിനങ്ങളാണ് ഈ മാസം 23, 24 തീയതികളിൽ ഹൂസ്റ്റണിൽ അരങ്ങേറുന്നത്. 23-ാം തീയതി വൈകുന്നേരം ആരംഭിക്കുന്ന ഈ സമ്മേളനം ചൊൽക്കാഴ്ച, അതിനുശേഷം സംഘടനാ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്ന ഒരു യോഗം, പുതിയ തിരഞ്ഞെടുപ്പ്, ഉദ്ഘാടന സമ്മേളനം, പിറ്റേന്ന് കവിയരങ്ങ്, കഥയെക്കുറിച്ചുള്ള ചർച്ച, പിന്നെ മലയാള സാഹിത്യത്തിൻ്റെ ഇതുവരെയുള്ള വളർച്ചയെക്കുറിച്ച് ആഴമായ പഠനം, ഇതെല്ലാം ഇത്തവണത്തെ സമ്മേളനത്തിൻ്റെ പ്രത്യേകതകളാണ്. ലാന പ്രവർത്തകരുടെ അല്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാ എഴുത്തുകാരുടെയും ഓരോ ചുവടുവെപ്പിലും
അമേരിക്കയിലുള്ള എല്ലാ മാധ്യമങ്ങളും ഞങ്ങളെ ഹൃദയപൂർവ്വം സഹായിച്ചിട്ടുണ്ടെന്നുള്ളത് ഈ അവസരത്തിൽ മറക്കുന്നില്ല. ഇതുവരെ ഇവിടെയുള്ള ഭാഷാസ്നേഹികൾ സംഘടനയ്ക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുള്ള എല്ലാ സഹകരണത്തിനും ലാനയുടെ പ്രസിഡൻ്റ് എന്ന നിലയിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇതുപോലൊരു സംഘടനയെ ശക്തിപ്പെടുത്തുവാൻ നിങ്ങളുടെ കരങ്ങൾക്ക് സാധിക്കും. നിങ്ങളൊക്കെ മുന്നോട്ട് വരണം. ഇവിടെയുള്ള എല്ലാ എഴുത്തുകാരും ലാനയുടെ അംഗത്വം സ്വീകരിക്കണം. അങ്ങനെ ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോയാൽ നമുക്കിവിടെ പലതും നേടാൻ സാധിക്കും. ആ സത്യം നിങ്ങളെ ഒരിക്കൽ കൂടി ഉത്ബോധിപ്പിക്കുകയാണ് ഈ അവസരത്തിൽ ഞാൻ ചെയ്യുന്നത്. എല്ലാവരുടെയും സഹകരണം ഹൂസ്റ്റണിലെ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് ഉണ്ടായിരിക്കണമെന്ന് ലാനയുടെ നിലവിലുള്ള പ്രസിഡൻ്റ് എന്ന നിലയിൽ ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ടും ഇതിനൊരവസരം തന്ന കൈരളി TV-യോടും അതിൻ്റെ പ്രവർത്തകരോടും എനിക്കുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ടും നിങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. പീറ്റർ നീണ്ടു.